ഇപ്പോൾ കുറേ നാളുകളായി സേവനം 24-ാം ആഴ്ച കൊണ്ട് പോകുന്നു. എന്തായാലും ഇന്നലെ ഇന്ന് സേവനത്തിൽ വല്ലാത്തൊരു വൃത്തികെട്ട ദിവസമാണ് എനിക്ക് തോന്നി. കാര്യം ആകെ 15 മിനിറ്റാണ് ഞാനൊരു ദിവസം സേവനത്തിനായിട്ട് ചിലവഴിക്കുന്നത്. ആഴ്ചയിൽ വെറും 4 ദിവസം. അപ്പോൾ ഇന്ന് മറ്റേ വൃത്തികെട്ട ശവം സജീവം എന്ന് പറഞ്ഞാൽ നാറി ചെറ്റ അവൻ കയറി വന്നിട്ട് അവിടെ എന്നെ കണ്ടിട്ട് അവന് മനസ്സിലായി. എന്നിട്ട് അതിൻ്റെ ഇടയിൽ 2-3 പ്രാവശ്യം ഇൻട്രപ്റ്റ് ചെയ്തു. വേറെ ആരാണെങ്കിലും ദേഷ്യം വരും അവർക്ക്. ഇതുപോലെ യൂസ് ചെയ്ത് പക്ഷേ ഏകദേശം പുള്ളിക്ക് അധികം ഇൻട്രപ്റ്റ് ചെയ്തില്ല. കാര്യം അത് ഇതാണെന്ന് പുള്ളിക്കറിയാം. വാട്ടവർ. അത് കഴിഞ്ഞ് എന്നെ മറ്റേ പുള്ളിക്കാരൻ ഫക്കർ ജോസി വിളിച്ചപ്പോൾ എനിക്ക് ഭയങ്കര ദേഷ്യം. എന്താണെന്ന് വെച്ചാൽ ഇതൊരു വല്ലാത്തൊരു വൃത്തികേടാണ് കാട്ടിക്കൊടുത്തത്. 15 മിനിറ്റ് ഒരാൾ വെയിറ്റ് ചെയ്യാനുള്ളൊരു മനസ്സ് പോലും ഇതിനില്ല. ഒരാളൊരു കാര്യം തൂറാൻ നിൽക്കുകയാണെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് വരെ പണിക്ക് ഇതാണ്. അപ്പോൾ പുള്ളി വരുമ്പോൾ ഞാൻ തൂറാൻ നിൽക്കുകയാണെങ്കിൽ പുള്ളി തൂറ് കഴിയാൻ പോലും പുള്ളി സമ്മതിക്കില്ല എന്നുള്ളൊരു ഇതാണ്. എന്നിട്ട് പോപ്പിലെ പരിപാടിയാണെന്ന് അത് ചോദിക്കണം. അത് പോട്ടെ. അതായത് ഇന്നത്തെ കേസ് പോട്ടെ. ശരിയാണ്. എനിക്കറിഞ്ഞൂടെ എല്ലാവരുടെ ഭാഗത്തും തെറ്റുണ്ടാവും. എൻ്റെ ഭാഗത്ത് മാത്രം ഞാൻ ഒരു പുണ്യമാണെന്ന് പറയുന്നില്ലെങ്കിലും സർവീസ് ഈസ് എവരിത്തിങ്. മനസ്സിലായി. അത് വ്യക്തമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ട് കുഴപ്പമില്ല. ഞങ്ങൾക്ക് കൂടുതൽ ഒരു എംബറസ്മെൻറ്റിലേക്ക് പോകാതെ ഞാനത് ഡീൽ ചെയ്തു. ആയിട്ടാണ് അങ്ങനെയുള്ളത്. സത്യം പറയാനുള്ള സേവനമാണ് എന്നെ നിലനിർത്തുന്നത്. ഈ പറഞ്ഞ പോലെ പൂർണ്ണമായിട്ട് മിസ്റ്റർ പെർഫെക്റ്റ് ആവാനൊന്നും ഒരു വ്യക്തി കൊണ്ട് സാധിക്കുന്നില്ല. എൻ്റെ പരമാവധി വില്ലിങ്നെസ്സിൽ ഞാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. ഇതിലും വലിയ രീതിയിൽ ഞാൻ പക്ഷേ എനിക്ക് എപ്പോഴും ആ ഒരു ബേസ്മെൻ സൂക്ഷിക്കണം. അത് എനിക്ക് കീപ്പപ്പ് ചെയ്യണം വല്ലാത്ത ആഗ്രഹമുണ്ട്. കാരണം എൻ്റെ ജീവിതത്തിൽ ഇപ്പം ചെറിയ രീതിയിലുള്ള വിലയൊക്കെ സാധിക്കാൻ വരും. അതുകൊണ്ട് മാത്രമാണ് ഈ സേവനം കൊണ്ട് മാത്രമാണ്. സേവനം എനിക്ക് നൽകുന്ന ഒരു മിനിമം വില അല്ലെങ്കിൽ മിനിമം ശക്തി, ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി അത് എല്ലാവരും കണ്ടിട്ടുണ്ടാവും. ചിലർക്കത് അസൂയപ്പെട്ടുണ്ടാവും. ചിലർക്ക് എനിക്ക് നൈസായിട്ട് അറിയാം. പല രീതിയിൽ ആളുകൾ കണ്ടിട്ടുണ്ട്. എന്താണ് ഈ പറയണോ കാട്ടിക്കൂട്ടുന്നതൊക്കെ ചിന്തിക്കേണ്ടത് ഇവരൊന്നും എൻ്റെ വിഷയമില്ല. ഞാൻ തീർത്തും അതിൽ തന്നെ സ്ഥായി ഭാവത്തോടെ നിൽക്കും. കാരണം എല്ലാവർക്കും ഓരോ ടെക്നിക്കുണ്ട്. അവരതൊക്കെ ഫോളോ ചെയ്യുന്നു. ഒരിക്കലും ജോലി ചിലപ്പോൾ ഞാൻ കളഞ്ഞിരിക്കും. പക്ഷേ സേവനം ചെയ്യുന്ന ഇത് ഞാൻ കളയില്ല. തിന്നാൻ കിട്ടിയില്ലെങ്കിൽ ഞാൻ സേവനം. കാരണം തിന്നാനായിട്ട് എനിക്ക് പുറത്തിറങ്ങി ഫുഡ് കഴിക്കാനായിട്ടുള്ള രീതിയിൽ പ്രവർത്തിക്കാൻ എനിക്ക് സാധിച്ച സോബറിറ്റിയൊക്കെ തന്നത് ഇതാണ്. സോ എന്തുകൊണ്ടും എൻ്റെ ഹെയറാർക്കി ഓഫ് നീഡ് എപ്പോഴും ഞാൻ റീക്രിയേറ്റ് ചെയ്യേണ്ടിയിരിക്കുന്നു. ജോബല്ല ഫസ്റ്റ് സോബറിറ്റിയാണ്, സെക്കൻഡ് ഫാമിലിയാണ്, തേർഡാണ് ജോബൊക്കെ വരുന്നത്. അപ്പോൾ എപ്പോഴും ഫസ്റ്റ് സോബറിറ്റി തന്നെയാണ്. പിന്നെ എൻ്റെ സാനിറ്റി. പറയുന്ന പോലെ പീപ്പിൾ പ്ലേസിങ് അങ്ങനെയുള്ള കുറേ സ്വഭാവങ്ങൾ. ആളുകൾ ഇങ്ങോട്ട് ആക്രമിക്കുകയാണെങ്കിൽ തിരിച്ച് നല്ല രീതിയിൽ അങ്ങോട്ട് ആക്രമിച്ചു. തമാശ ഇട്ട് കൊടുക്കുമ്പോൾ തമാശയുടെ സെൻസിൽ എടുത്തില്ലെങ്കിൽ പച്ചപ്പുറം മയിലെന്നുള്ള രീതിയിൽ തന്നെ പറഞ്ഞ് ഓടിച്ച് ആട്ടിയല്ല പെലേനും ചോനയൊക്കെ വിടുകയാണെന്നുള്ളതാണ്. ഒരു കൂറും നോക്കണ്ട. ഗ്യാങ്ങോ പറയുക പൂർവ്വം എന്തെങ്കിലും ആവട്ടെ. എന്നിട്ട് ഇവന്മാരുടെ ഇങ്ങനെ പ്ലേസ് ചെയ്ത് ചെയ്തിട്ട് കാര്യം എനിക്കില്ല. ഞാൻ എൻ്റെ വികാരങ്ങൾ